ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഇന്ദ്രജയോട് ഇങ്ങനെ നോക്കാൻ വേണ്ടി പത്മ ആവശ്യപ്പെടുകയാണ് കേട്ടോ. നിൻ്റെ അനിയത്തിയല്ലടി, നിനക്ക് ഈ അസുഖം വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നടി എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നു കേട്ടോ. സമയം അമ്മേ, ഈ അസുഖം ആയതുകൊണ്ടാണ് എനിക്ക് പേടി, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നോക്കത്തില്ല എന്ന് പറയുന്നു കേട്ടോ. ആ സമയം ഇപ്പുറത്താണെങ്കിൽ സൂര്യയോട് വന്നിട്ട് യതീന്ദ്രൻ പറയണേ, ഏടാ നിൻ്റെ അനിയത്തിയല്ലേ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് ഓവറായിപ്പോയി. അങ്ങനെയൊന്നും ഒരിക്കലും ഒരാളോടും സംസാരിക്കാൻ പാടില്ല. എന്ത് ക്രൂരമായ സംസാരമാണ് നീ സംസാരിച്ചത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതിൽ തെറ്റ്. നന്ദിനി ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്ന മൂന്നെണ്ണത്തിൻ്റെ കോലാഹലങ്ങൾ അച്ഛൻ കണ്ടതല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ ഭേദക്കായിരുന്നല്ലോ ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ ആഗ്രഹം. എന്നാലും ഞാനത് സത്യം മനസ്സിലാക്കി, തിരിച്ചടി ഉണ്ടാവുമെന്ന് ദൈവം പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ ആരാധിക്കുന്ന താനൂരമ്മയെ വിളിച്ചപ്പോൾ കറക്റ്റായിട്ട് എൻ്റെ നന്ദിനിയെ വേദനിപ്പിച്ച അതേ വേദന അവരും അനുഭവിക്കണമെന്ന് പറയണം കേട്ടോ. ആ സമയം യതീന്ദ്രൻ പറയണേ, നീയും അവരും ഒരുപോലെ ആവാൻ നോക്കുകയാണോ? നിൻ്റെ അനിയത്തിയല്ലേ, ആ ഒരു ഇത് നീ കാണിക്കണ്ടേ? അപ്പോൾ എന്താ അച്ഛൻ പറയുന്നത്, ഞാൻ ഡോക്ടറെ വിളിക്കണം എന്നാണോ? അതെ, ഡോക്ടറെ വിളിക്കണം. അപ്പോൾ ഇപ്പുറത്താണെങ്കിലോ പത്മ പറയണേ, എനിക്ക് ഓഫീസിൽ പോകണം, ഞാനിനി എന്താ ചെയ്യുക, ഇവളെ ആര് നോക്കാനാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കാണട്ടോ നന്ദിനി അങ്ങോട്ട് ആര്യവേപ്പിൻ്റെ ഇലയുമായി വരുന്ന കേട്ടോ. ഇത് കാണുന്ന പത്മ ഒന്ന് ഷോക്കായിട്ടോ. പത്മയുടെ ഉള്ളിൽ ആഗ്രഹിച്ചത് സംഭവിച്ചിരിക്കുന്നു. അവളെ സുഖം പിടിച്ച് കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് അതൊക്കെ കോപ്പിടിച്ച് ചെയ്യാൻ പറയുന്ന പത്മയുടെ മുന്നിലേക്ക് ആര്യവേപ്പിൻ്റെ ഇലയുമായി വരുന്ന നന്ദിനിയെ കാണുമ്പോൾ പത്മ ഒന്നും തന്നെ മിണ്ടില്ല കേട്ടോ. കാരണം കാര്യങ്ങൾ നിറവേറണമല്ലോ, അത്രയേ ഉള്ളല്ലോ ഏത് കാലത്തും പത്മയ്ക്ക്. അങ്ങനെ ഈ സമയം പത്മയുടെ മുന്നിലൂടെ നന്ദിനി നടന്നു പോകുമ്പോൾ പോവരുതെന്നോ ആ റൂമിൽ കയറരുതെന്നോ ആരും മൂന്ന് പേരും പറയുന്നില്ല കേട്ടോ. നന്ദിനി ഇവരെ മുന്നിലൂടെ അങ്ങ് വേദയുടെ റൂമിലോട്ട് കടന്നു പോവാണ് കേട്ടോ. എന്നിട്ട് വേദയോട് പറയണേ, വേദ നീ എനിക്കെന്ന് പറഞ്ഞിട്ട് തറയിൽ പായ വിരിച്ച് നിറയെ ആര്യവേപ്പിൻ്റെ ഇലകൾ പരത്തി വേദയെ അതിൽ കിടത്താണ് കേട്ടോ. അതെല്ലാം കണ്ട് പത്മ പുറത്ത് നിൽക്കുന്നു. പത്മ ഒന്നും പറയില്ല. പത്മക്ക് ആവശ്യവും അത് തന്നെയാണല്ലോ. കാരണം തൻ്റെ മകളെ നോക്കണം. എല്ലാവരും ഉൾഭയമുണ്ട്, തനിക്കും ഈ മാറാരോഗം വരുമോ എന്നുള്ള ഈ ഒരു അസുഖം പിടിപെടുമോ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഇവരിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും സമാധാനത്തോടു കൂടി പുറത്തു നിന്ന് കാണുമ്പോൾ ഉരുവിടാനുള്ള ഓരോ മന്ത്രങ്ങൾ ഇങ്ങനെ നന്ദിനി ഉരുവിടാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ ഇപ്പുറത്താണെങ്കിലോ സൂര്യ തൻ്റെ അനിയത്തിക്ക് വേണ്ടി യതീന്ദ്രൻ ആവശ്യപ്പെട്ടതുപോലെ ഡോക്ടറെ വിളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ ഉരുവിടുന്ന മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു കേട്ടോ താഴോട്ട്. അപ്പോൾ താൻ ഫോൺ എടുത്ത ഉടനെ, അച്ഛാ അത് നന്ദിനിയുടെ സൗണ്ടല്ലേ? അതെ, നീ ചെല്ലിയതുപോലെയാണല്ലോ അവൾ ചെല്ലുന്നത്, അത് നന്ദിനിയുടെ സൗണ്ടാണല്ലോ. അത് കേട്ട ഉടനെ അച്ഛനിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വേദയുടെ അരികിലോട്ട് ഓടിച്ചെല്ലണം കേട്ടോ. ഇതേ സമയം പുറത്ത് കാണികളായി നിൽക്കുകയാണ് മൂന്ന് പേരും. പത്മയും അതുപോലെ ഇന്ദ്രജ അതുപോലെ വിജയ്, ഇവരൊക്കെ കാണികളായി നിൽക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ ഉൾഭയമാണ്. റൂമിനുള്ളിലോട്ട് എത്തി നോക്കുന്നേ ഉള്ളൂ, റൂമിനുള്ളിലോട്ട് കയറുന്നില്ല. അങ്ങനെ ഈ സമയം സൂര്യ ഓടിക്കൊണ്ട് വന്ന് ചെരുപ്പൊക്കെ ഊരിയിട്ട് നന്ദിനിയുടെ അരികിലോട്ട് ഓടി എത്തുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി കാണാൻ വേദയെ താഴെ കിടത്തി വേദയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് കൈയും സമർപ്പിച്ചതിന് ശേഷം തൻ്റെ ദൈവത്തെ വിളിക്കുകയാണ് കേട്ടോ, അവളുടെ അസുഖം മാറ്റിക്കൊടുക്കാൻ വേണ്ടി. ഇതൊന്നും അറിയാതെ വേദ ഇങ്ങനെ കിടക്കുന്നു. കുറച്ച് നേരമൊക്കെ സൂര്യ ഇത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം സൂര്യ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ യതീന്ദ്രനാണെങ്കിലോ, പത്മയെ, എടോ നീ ആ പെണ്ണിന് മുന്നിൽ ഒന്നുമല്ലടോ, ബിഗ് സീറോയാണ്. അത് ഓരോ ദിവസവും തെളിയിച്ചും കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കുനിഷ്ടും കുന്നായ്മയൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ അവൾ അതൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് കണ്ടോ എന്നുള്ള ആ ഒരു ലെവലിൽ ഇങ്ങനെ യതീന്ദ്രൻ പത്മയെ നോക്കുമ്പോൾ പത്മ തലകുനിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നന്ദിനി മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടതിന് ശേഷം വേദയെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സൂര്യ നന്ദിനി നീ ഇങ്ങ് വന്നേ. എന്താ സൂര്യ സാർ, ഞാനിവിടെ വേദയ്ക്ക് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക. അപ്പോഴേക്കും പത്മയും അതുപോലെ തന്നെ ഇന്ദ്രജയും വിജയും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അവരെ താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ ചോദിക്കുക, എന്താടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സൂര്യ പറയാണ്, നീ എന്തിനാ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കെന്താ ഭ്രാന്താണോ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ? പിന്നെ സൂര്യ സാറിൻ്റെ അനിയത്തിയല്ലേ, ഞാനല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യാനാണ്? നന്ദിനി നീ എന്നെ ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കുന്ന കാട്ടിക്കൂട്ടൽ കാട്ടരുത്. ഞാൻ എന്ത് കാട്ടി എന്നാ പറയുന്നത്? എടി നിനക്ക് അസുഖം പിടിച്ച് കിടക്കുന്ന സമയത്തല്ലേ ഇവർ ഈ ക്രൂരതകളെല്ലാം നിന്നോട് കാണിച്ചത്? നീ ഏത്
അവസ്ഥയിലായിരുന്നെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നോട് ഇവർക്ക് കരുണയുണ്ടോ? ആ കിടക്കുന്നവളാണ് ഏറ്റവും കൂടുതൽ നിന്നെ ദ്രോഹിച്ചത്. അവൾക്ക് മട്ടൻ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് നിന്റെ അസുഖം കൂട്ടി. അതൊക്കെ നീ ഓർക്കുന്നത് നല്ലതാണ്, നന്മയാവാം. പക്ഷേ ഇത്രത്തോളം നന്മയായി കഴിഞ്ഞാൽ ചവിട്ടി മെതിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ട, ചെയ്യേണ്ട. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല, ഇതിന് ഞാൻ അനുവദിക്കില്ല. അവൾക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യേണ്ട. ഇപ്പം കണ്ടില്ലേ, ഏതിനും കൂട്ടു നടന്ന വാലായി നടന്നിരുന്ന എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവൾ, അവളിപ്പോൾ എന്താ ചെയ്തത്? എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ എന്താ ചെയ്തത്? അവളുടെ പണി നോക്കിപ്പോയി. എന്നാൽ ഇവളാണെങ്കിലും ഇപ്പോൾ റൂമിൽ കിടക്കുന്നത്. അമ്മയെന്ന് പറയുന്നവർക്ക് നോക്കാനിടണ്ടോ? അതിനുമില്ല. എന്നാൽ നീ അത് ചെയ്തു കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോരുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ കൈകൾ നന്ദിനി തട്ടി മാറ്റിയാണ് കേട്ടോ. ഇല്ല, അത് വേണ്ട സൂര്യ സാർ, അങ്ങനെ ഒരിക്കലും ഒരാളെ പറയാൻ പാടില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണാണാവോ? അതെ സൂര്യ സാർ, ഒരിക്കലും അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാണ് ഈ പറയുന്നത്? സൂര്യ സാർ ഒന്ന് ചിന്തിക്കണം. എന്നിൽ നിന്ന് കിട്ടിയ അസുഖമാണ് ഇത് തന്നെയാണ് എൻ്റെ ഉള്ളിലിരിപ്പ്. ഇത് ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നീ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പ്രാവർത്തികമാക്കി അവരത് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറയില്ലേ. അല്ല സാർ, എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. എന്നിൽ നിന്നും വന്ന അസുഖമാണെന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെയും കൂടി കടമയല്ലേ അവളെ നോക്കുക എന്നുള്ളത്. അല്ലാതെ ഈ അസുഖം എങ്ങനെ ഇവിടെ വരാനാണ്? അതുകൊണ്ട് സുരേഷ് സാർ, എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവളെ നോക്കും. അവളുടെ അസുഖം മാറുന്നത് വരെ ഞാൻ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യും. കാരണം ഞാൻ കാരണമാണല്ലോ ഈ അസുഖം ഇവിടോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാരണം തന്നെ ഈ അസുഖം മാറ്റിയെടുക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണെന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം താഴെയാണെങ്കിലോ ഇന്ദ്രജയും വേദയും വിജയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സോറി, പത്മയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പത്മ തൻ്റെ ആരോടോ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ മോള് വേദക്ക് ചിക്കൻ ബോക്സ് ആണ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് യതീന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ യതീന്ദ്രനാണ് വല്ലാത്ത കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം എന്ന പുച്ഛഭാവത്തോടു കൂടി നോക്കണം കേട്ടോ. ഇതേ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ സൂര്യ വരുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ആരാ ഉണ്ടായത്? നിന്നെ നോക്കാൻ ആരാ ഉണ്ടായത്? ഇപ്പോൾ കണ്ടില്ലേ, നിൻ്റെ മകൾക്ക് സഹായമായി ആരാ എത്തിയത്? അതുകൊണ്ട് ആരെയും തള്ളിപ്പറയരുത്. ആ തള്ളിപ്പറയുന്നത് നിനക്ക് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ, ഞാനെന്തിനാ തള്ളിപ്പറയുന്നത്? അവൾ ഇവിടുത്തെ വേലക്കാരിയാണ്. വേലക്കാരിയുടെ കടമ ചെയ്യണം. ആ കടമയാണ്. മാത്രമല്ല അവളിൽ നിന്ന് വന്ന അസുഖമാണിത്. ആ അസുഖം അവൾ തന്നെ മാറ്റിയെടുക്കണം എന്നൊക്കെ പത്മ പറയുമ്പോൾ, പത്മ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്നും പറഞ്ഞിട്ട് യതീന്ദ്രൻ ദേഷ്യപ്പെട്ടാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യ, ഇവർക്ക് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് നന്ദിനി കയറി വരുന്നത്. അപ്പോൾ നന്ദിനി കയറി വന്നോടെ തന്നെ, കേട്ടോ ഇവരുടെ വായിൽ നിന്ന്, വേലക്കാരിയായ നിൻ്റെ കടമയാണ് ഇത്ര ഇതൊക്കെ ചെയ്തു കൊടുക്കൽ. നീ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവർ നിന്നെ അതിനെ അഭിനന്ദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, അത് കിട്ടത്തില്ല. ഒരിക്കലും നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇവർ മനുഷ്യജന്മത്തിൽ പെട്ടവരാണെന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ സൂര്യ ഇങ്ങനെ പറയാൻ കേട്ടോ. നന്ദിനി പറയാണ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സൂര്യ പറയാണ്, പറയൂ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് സൂര്യ സാറിനോടല്ല, ഇവിടുത്തെ പത്മ മേഡത്തിനോടാണ്. പത്മ മേഡത്തിന് ദേഷ്യമൊന്നും തോന്നരുത്. അത് കേൾക്കുന്ന പത്മ ഒന്ന് വിറച്ചു കേട്ടോ. ഇവളെന്താ എന്നെ ഭരിക്കാൻ വരികയാണോ എന്ന ആ ഭാവത്തിൽ പത്മ നിൽക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അത് എനിക്ക് പറയാനുള്ളത് പത്മ മേഡത്തിനോടാണ്. ഈ വീട്ടിൽ ഞാനൊരു ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നാണല്ലോ പത്മ മേഡം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മണിയാണെങ്കിലും ഇവിടെ ഇല്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരയുന്നു. അപ്പോൾ വേദയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടേ? പുറത്തു നിന്നും ഭക്ഷണം വാങ്ങുന്നത് ഈ സമയത്ത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് വേദയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, എന്നെ സമ്മതിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന പത്മ, അയ്യോ, ഇവൾ ഈ ചോദിച്ച ചോദ്യം അത് ഒന്നര ചോദ്യമാണ്. അത് തനിക്ക് എങ്ങനെ ഇപ്പോൾ ഇതിന് മറുപടി പറയും? അപ്പോൾ സൂര്യയാണെങ്കിൽ പത്മയുടെ മുഖത്തോട്ട് നോക്കുക. അപ്പോൾ പത്മ പറയണം, ആയിക്കോട്ടെ, ഉണ്ടാക്കിക്കോളൂ. ഓ, അവരുടെ ആയിക്കോട്ടെ, ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ കണ്ടില്ലേ, ഇവരുടെ കാര്യം വന്നപ്പോൾ ഇവർക്ക് നീ അസുഖം ബാധിച്ച കൈകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള ആ ഒരു കുഴപ്പമൊന്നും ഇപ്പോൾ ഇവർക്കില്ല. ഇതാണ് നന്ദിനി, ഇവർക്ക് അഹങ്കാരം കുറച്ച് തലക്ക് കൂടുതലാണ്. എൻ്റെ അമ്മ തന്നെ ആയിരിക്കും, പക്ഷേ ഇവരുടെ പ്രവൃത്തി വളരെ മോശമാണ്. നീ ഇവർക്ക് കൂട്ടു നിൽക്കരുത്. ഇവിടെ നീ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് സൂര്യ പറയണ്ടോ. പിന്നിലേക്കുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.